അവയവദാനത്തിൽ പുതുചരിത്രം തീർത്ത് യാത്രയായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവയവദാനത്തിന് പിന്നാലെ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ സാമ്പത്തിക തട്ടിപ്പിനും ശ്രമം നടന്നു. ദാനം ചെയ്ത അവയവം മാറ്റിവെക്കാൻ സാമ്പത്തിക സഹായം തേടി വ്യാജ പ്രചാരണം നടക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ പരാതി. മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് 4 അവയവങ്ങൾ ദാനം ചെയ്ത 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിനെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചത് ഇന്നലെയാണ്. പിന്നാലെയാണ് മുഖ്യമന്ത്രി കുടുംബത്തെ സന്ദർശിച്ചത്. മുഖ്യമന്ത്രിക്കൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. 10 മിനിറ്റിലധികം മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം ചെലവഴിച്ചു. അതിനിടെ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവദാനത്തിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം നടക്കുന്നുണ്ട്. ദാനം ചെയ്ത അവയവം മാറ്റിവെക്കാൻ സാമ്പത്തിക സഹായം തേടി വ്യാജ പ്രചാരണം നടക്കുന്നുവെന്ന് ആലിന്റെ കുടുംബം ആരോപിച്ചു. ഞങ്ങളാരോടും പണം ചോദിച്ചിട്ട് ചിലർ വ്യാജ പ്രചരണം നടത്തുന്നത് കേട്ടു. ഞങ്ങളുടെ കുട്ടിയുടെ ഡൊണേറ്റ് ചെയ്ത അവയവങ്ങൾ അത് മറ്റുള്ളവർക്ക് ശരീരത്തിൽ തുന്നിപ്പിടിപ്പിക്കാൻ വേണ്ടി പണം ഇല്ല, അതുകൊണ്ട് ആ പണം ലഭിക്കണം എന്നും പറഞ്ഞ് ഫേക്ക് ഐ ഡിയിലൂടെ ഫേസ്ബുക്കിലോ എന്നാണ് മനസ്സിലാക്കിയത് എവിടെയൊക്കെയോ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 5-ന് കോട്ടയം പള്ളത്തുണ്ടായ വാഹനാപകടത്തെ തുടർന്നാണ് പത്തനംതിട്ട മല്ലപ്പള്ളി വാലുമണ്ണിൽ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻ ജോണിന്റെയും ഏക മകളായ ആലിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.